വയനാട് നൂൽപ്പുഴയിൽ സപ്ലൈകോയ്ക്ക് നെല്ല് നൽകിയതിൽ പണം ലഭിക്കാത്തതിനെ തുടർന്ന് കർഷകർ പ്രതിസന്ധിയിൽ. 2 മാസത്തെ കുടിശ്ശികയാണ് കർഷകർക്ക് ലഭിക്കാനുള്ളത്. നൂൽപ്പുഴ കൃഷിഭവന് കീഴിൽ രജിസ്റ്റർ ചെയ്ത 209 കർഷകരാണ് സപ്ലൈകോയ്ക്ക് നെല്ല് നൽകി പണത്തിനായി കാത്തിരിക്കുന്നത്. നൂൽപ്പുഴ പഞ്ചായത്തിൽ നഞ്ച കൃഷി ഇറക്കിയ 700 കർഷകരാണ് നൂൽപ്പുഴ കൃഷിഭവനിൽ സപ്ലൈകോയ്ക്ക് നെല്ല് നൽകാൻ രജിസ്റ്റർ ചെയ്തത്. ഇതിൽ 209 കർഷകർ നെല്ല് നൽകി. 500 ടണ്ണോളം നെല്ലാണ് കർഷകർ സപ്ലൈകോയ്ക്ക് നൽകിയത്. കിലോയ്ക്ക് 30 രൂപ തോതിലാണ് നെല്ല് സപ്ലൈകോ കർഷകരിൽ നിന്ന് സംഭരിച്ചത്. ഇതിന്റെ തുക ഉടൻ SBI, കാനറ ബാങ്കുകൾ വഴി കർഷകർക്ക് ലഭിക്കുമെന്നാണ് സപ്ലൈകോ അധികൃതർ കർഷകർക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്. എന്നാൽ നെല്ല് നൽകി 2 മാസം പിന്നിട്ടിട്ടും കർഷകർക്ക് പണം ലഭിച്ചിട്ടില്ല. അനുബന്ധ രേഖയെല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതുവരെ ഞങ്ങൾക്ക് ഫണ്ട് അനുവദിക്കുകയോ മറ്റ് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൃഷിക്ക് കൂടുതൽ ബുദ്ധിമുട്ടി ഞങ്ങൾ കൃഷി ചെയ്തിട്ട് അതിൻ്റെ കൂലിച്ചെലവ് വരെ കൊടുക്കാൻ ഞങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഫണ്ടുകളെല്ലാം അനുവദിച്ച് തന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കണമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. ബാങ്കുകളെ സമീപിക്കുമ്പോൾ സർക്കാരിൽ നിന്ന് പണം നൽകാൻ അനുമതി ലഭിച്ചിട്ടില്ലെന്നാണ് പറയുന്നതെന്നും കർഷകർ പറയുന്നു. പണം ലഭിക്കാൻ വൈകുന്നത് കർഷകരെ പ്രതിസന്ധിയിലാക്കുകയാണ്. ഈ സാഹചര്യത്തിൽ രൂക്ഷമായ വന്യമൃഗശല്യത്തെയും കാലാവസ്ഥാ വ്യതിയാനത്തെയും അതിജീവിച്ച് ഉൽപ്പാദിപ്പിച്ച നെല്ലിന്റെ തുക വേഗത്തിൽ ലഭ്യമാക്കാനുള്ള നടപടി വേണമെന്നാണ് കർഷകരുടെ ആവശ്യം. മീഡിയ 1, വയനാട്.